ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ലായിരുന്നു. ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. 1, 2, 3, 4. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പം വലിയ ചൂടൊന്നുമില്ല, തണുപ്പും ഇല്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. എപ്പോഴും ഞാനൊരു 10 മണിക്കാണ് എണീക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ 8 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പുറകെ തന്നെ ഐസ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും എനിക്കും കൂടിയിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഉമ്മയും കുഞ്ഞിപ്പൊക്കെ രാവിലെ തന്നെ കുടിക്കും. അപ്പോൾ ചായ വെക്കാൻ പാലെടുത്ത് നോക്കുമ്പോൾ പാലില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പാണ്ട് പാല് വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അലക്കാണ് ചെയ്തത്. വേഗം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് വാതിക്കൽ വന്നിട്ട് പത്രം വായിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫസ്റ്റ് തന്നെ പത്രം വായിക്കുമ്പോൾ എന്തോ ഒരു സുഖമാണ്. കാരണം ആരും ഓപ്പൺ ആക്കാണ്ട് ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കുമ്പോൾ എന്തോ ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഫസ്റ്റ് തന്നെ പത്രം വായിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നാൽ മാത്രമാണ് പത്രം വായിക്കുക. അങ്ങനെ വിശദീകരിച്ച് വായിക്കൊന്നുമില്ല, ഹെഡിങ്ങൊക്കെ നോക്കും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ചരമം ജസ്റ്റ് ഒന്ന് നോക്കും, അത്ര തന്നെയാണ് നോക്കാറ്. അപ്പോൾ ഐസ് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കാറും കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവൾ രാത്രി ഇട്ട ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ഞാൻ വലിയൊരു ബനിയനാണ് ഇട്ട് കൊടുത്തത്, അവൾക്ക് രാത്രി കൊതു കടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അവളതൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഫ്രഷാക്കി എടുക്കണം. അപ്പോൾ കുഞ്ഞിപ്പോൾ പാലും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിച്ചിട്ട് അവളൊന്ന് ഫ്രഷാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കും എനിക്കും വേണ്ടിയിട്ടുള്ള ചായ ഞാൻ വെക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് ചായ കൊടുക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, കട്ടൻ ചായയൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പാല് കൊടുത്തോ അത്ര പോലും നിങ്ങൾ ചായ കൊടുക്കാൻ പാടില്ല, ചായപ്പൊടി ഇപ്പം 2 വയസ്സ് വരെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പണ്ടത്തെ പെണ്ണുങ്ങന്മാർ ഈ ഉമ്മാവാറൊക്കെ പറയും കട്ടൻ ചായ മാത്രം കൊടുത്താൽ മതി, പാല് കഫ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, ചായപ്പൊടിയാണ് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം. ഒരു 2 വയസ്സ് വരെ ചായ കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ ചായ കാച്ചുമ്പോൾ അവൾക്കും കൂടി കാച്ചും. കാരണം ഞാൻ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അവൾക്കും വേണ്ടി വരും. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അധികം പൊടിയില്ലാത്ത ചായയാണ് ഇപ്പോൾ കുടിക്കാറ്. പക്ഷെ അവൾ കുടിക്കലൊന്നുമില്ല. അവളിങ്ങനെ ഞാൻ കപ്പിലിട്ടിങ്ങനെ കുടിക്കുന്നത് കണ്ടാൽ അവൾക്ക് കപ്പ് വേണ്ടി വരും. പിന്നെ ഒരു കരച്ചിലായി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൾക്കും കൂടി ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു പ്ലേറ്റിൽ ഞാനിങ്ങനെ ചോറ് മാത്രം ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ചായ ഞാനിപ്പോൾ തണിച്ചിട്ട് ഉമ്മാൻ്റെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ അവൾ കുടിക്കുന്നുണ്ട്, കുടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തത്. പിന്നെ അവൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവൾക്ക് TV കാണണം. TV എന്ന് പറഞ്ഞാൽ അവളൊന്നും കാണില്ല, ഈ പരസ്യം മാത്രമാണ്. പരസ്യം ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഈ പരസ്യം കാണാൻ. പിന്നെ ഞാൻ വന്നിട്ട് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഈ നുറുക്കരിനെ കൊണ്ടാണ് ഞാൻ എപ്പോഴും കഞ്ഞി വെക്കാറ്. അപ്പോൾ ഈ അരി ഞാനൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെക്കുമ്പോൾ ചുവന്ന കളറായിരിക്കും, കഴുകിയിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വെള്ള കളറാകും. കാരണം അത്രയ്ക്കും ചൊത്ത ഉണ്ടാവും ഇതിൽ. ഞാനൊരു 6-7 പ്രാവശ്യം ഇത് കഴുകിയിട്ടുണ്ടായിരുന്നു. 4 പ്രാവശ്യം കഴുകിയപ്പോഴും കാപ്പി കളർ വെള്ളമായിരുന്നു കിട്ടിയത്. അപ്പോൾ പിന്നെ 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കുക്കറിലാണ് വെക്കാറ്. ഒരു 3 വിസിലൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് ഇടലാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെമ്പിലാണ് വെക്കുന്നത്. ചെമ്പിൽ വെച്ചാലാണ് കുറച്ചൊരു ടേസ്റ്റ്. പക്ഷേ പെട്ടെന്നാവണമെങ്കിൽ ഞാൻ കുക്കറിലാണ് വെക്കൽ. പിന്നെ ഇതിൽ ക്യാരറ്റൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കണം. അപ്പോൾ ഇത് ഞാൻ കഞ്ഞി മാത്രമായിട്ടാണ് വെക്കാറ്. പക്ഷേ ചില സമയത്ത് ഞാൻ ഇതിൽ പരിപ്പും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം അത് ഞാൻ ഗ്യാസുമ്മൽ വെച്ചതിന് ശേഷം ഞാൻ മുറ്റത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഐസൂനെയും കൊണ്ട്. ഉമ്മ ഗേറ്റ് ഓർക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഐസൂനെയും കൊണ്ട് മുറ്റത്ത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൾക്ക് ഇങ്ങനെ മുറ്റത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ കളിക്കണം. ആരെങ്കിലും പുറത്ത് കഴിയുന്നുണ്ടെങ്കിൽ അവൾ ഓടി വരികയാണ് ചെയ്യുക. ഇവിടെ 2 മാങ്ങ മരമുണ്ട്, ഒട്ടുമാവാണ്, ചെറിയ മാവ്. പക്ഷേങ്കിൽ കുറേ മാങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ മഞ്ഞ കളറൊക്കെ ആവും. പക്ഷെ അത്ര തടിയൊന്നും ഉണ്ടാവില്ല, മെലിഞ്ഞിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇനി 2-3 മാങ്ങയാണ് ബാക്കിയുള്ളത്, ബാക്കിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2-3 മാങ്ങ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് പച്ചയാണ്. ഇതുപോലെ തന്നെ വേറൊരു തൈയും കൂടിയുണ്ട് അപ്പുറത്തെ സൈഡ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ. ഞാൻ കുറച്ച് സമയം മുറ്റത്തോട്ട് ഐസൂനെയും കൊണ്ട് ഇങ്ങനെ നടന്നു. മുറ്റത്തോട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് കഞ്ഞി ഗ്യാസുമെല്ലാം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് മാറ്റാറ്. ഒരു 3-4 ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാറ്.
എത്ര മതിയാർക്ക് വിരിച്ചിട്ടാലും ഐസ് വന്നിട്ട് എല്ലാം സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇടും. അപ്പോൾ എത്ര മടക്കി വെച്ചാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, കോലക്കേടായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ വന്നിട്ട് കഞ്ഞി തണിഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുക്കാൻ. അപ്പോൾ ഉപ്പും മുളകിലും ആ കുഞ്ഞൻ കളിക്കുന്നത് പോലെ തന്നെയാണ് ഐസ് കളിക്കുക ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതും കാണിച്ചുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തത്. ഒരു യുദ്ധം കഴിച്ചിട്ടാണ് അവൾ കഞ്ഞിയൊക്കെ കുടിച്ചത്. അതിനുശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെമ്പിലാണ് ഇവിടെ ചോറ് വെക്കാറ്, കാരണം ആകെ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു നേരം ചോറ് കഴിക്കും, ഇവർ രാത്രിയൊക്കെ കഴിക്കും. അതുകൊണ്ട് ഒരു നായി അരിയാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളം പതുക്കുമ്പോഴത്തേക്ക് അരിയൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഈ വെള്ളം പതിച്ചതിന് ശേഷമാണ് ഞാൻ അരിയിട്ട് കൊടുക്കാറ്. ചിലവർ കാണാനുണ്ട് വെള്ളവും അരിയും ഒരുമിച്ചിട്ട് വെക്കുന്നത്. അതിനെക്കാട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് വെള്ളം പതിച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കലാണ്. അപ്പോൾ അരിയൊക്കെ ഞാൻ നന്നായിട്ട് അത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് പതിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം വെക്കും. അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൊല ഇവിടെ പഴുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം മാത്രമേ ഉള്ളൂ, മേലെയൊന്നുമില്ല. ആകെ 10-15 പഴം മാത്രം. ഞാൻ വിചാരിച്ചു മേലത്തത് ഉമ്മ അരിഞ്ഞതായിരിക്കും, നോക്കുമ്പോൾ എല്ലാം അത്രേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ക്ലീൻ ആക്കേണ്ടതുണ്ടായിരുന്നു, അടിച്ചു വാരി തുടക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടേബിളൊക്കെ തുടച്ചിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ച് ഇടാമെന്ന് വിചാരിച്ചു. ഐസുനെയും കൊണ്ട് ഉമ്മ പുറത്ത് പോയ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവളുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല, പൊടിയൊന്നും മുട്ടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ അവളില്ലാത്ത സമയത്തൊന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. നല്ല പൊടിയുണ്ടായിരുന്നു. ഈ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല ഐസ് പൗഡറിനെ കൊണ്ട് വല്ലാതെ കളിക്കും. അപ്പോൾ ഈ ഫാൻ സ്പീഡിലിട്ടിട്ട് നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവിടെയും പൗഡർ പോയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഈ പൊടി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ അടിച്ച് വാരി തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചോറ് പകുതി വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ കറി വെക്കാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുമ്മ ചെയ്തോളും. പിന്നെ എനിക്കുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഐസുവിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് എടുക്കണം. ഈ കുളിപ്പിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്, കാരണം ഐസു വെള്ളം കണ്ടാൽ പിന്നെ ബാത്റൂമിൽ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അവരെവിടെ കണ്ടാലും അതിനെ കൊണ്ട് കളിക്കും. അപ്പോൾ ഞാൻ അവളുടെ മേല് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ TV ഓഫാക്കിയതിന് ശേഷം ഞാൻ അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അൽമാരേൻ്റെ ഏറ്റവും മേലെയാണ് ഞാൻ അവളുടെ ഡ്രസ്സ് മടക്കിയിട്ട് വെക്കുക. പുതിയതൊരു ഭാഗത്ത്, പഴയതൊരു ഭാഗത്ത്, പാൻ്റ് ഒരു ഭാഗത്ത്, ടീഷർട്ട് ഒരു ഭാഗത്ത്, അങ്ങനെയാണ്. താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോഴെങ്കിലും തുറന്നാൽ എല്ലാം എടുത്ത് നിലത്തിടും. അപ്പോൾ അതിൽ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷാളും കൂടി ഞാൻ ഈ ഷെൽഫിൽ തന്നെയാണ് വെക്കാറ്. എത്ര കല്ലുണ്ടാച്ചിന്? 1 2 3. അജു കരയുന്നുണ്ടോ? കരഞ്ഞ? അയ്യോ അജു പാവം മക്കൾ, അജു കരഞ്ഞ ഉറങ്ങുവാ. പിന്നെ ഞാൻ അവൾക്ക് ക്രീമും പൗഡറൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം സെബാമെഡിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കാറ്. പാമ്പസ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും ഈ ക്രീം പരട്ടി കൊടുക്കും. അല്ലാണ്ട് അലർജി ആവുന്നതിന് പേടിച്ചിട്ട് ഞാൻ ക്രീം പരട്ടിയിട്ടാണ് പാമ്പസൊക്കെ ഇട്ട് കൊടുക്കുക. അവളെ ഇതൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്, കാരണം ഭയങ്കര മടിയാണ് ഇതൊക്കെ പരട്ടിയിട്ട് മുടിയൊക്കെ കെട്ടാൻ. ഏറ്റവും മടിയുള്ള സംഭവമാണ് ഈ മുടി കെട്ടുന്നത്. ഭയങ്കര കരച്ചിലായിരിക്കും കെട്ടുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാനൊരു ബൂഫർ കൊടുത്തത് കൊണ്ട് അതും കൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ച് നേരം പാട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അവളും കുറച്ച് നേരം ഡാൻസൊക്കെ കളിക്കും. പിന്നെ അവളങ്ങ് ഉറങ്ങിപ്പോകുമ്പോൾ ഞാൻ പാല് കൊടുത്തിട്ട് അങ്ങ് ഉറക്കലാണ്. അപ്പോൾ ഞാൻ പാട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഓണാവുന്നില്ലായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സമയം ഫോണിൽ ഇങ്ങനെ വാട്സപ്പൊക്കെ നോക്കുന്ന സമയത്താണ് ഇവിടെ ഒരാൾ എല്ലാം എടുത്ത് നിലത്ത് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പാൻറ്റും പിന്നെ റിംഗ് ലൈറ്റും ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിലോക്ക്
അതൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ അവളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വന്ന് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ചാർജ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസു എണീക്കാൻ 2 മണി അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറും പപ്പടവും കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പപ്പടവും കൊടുത്ത് ചോറ് കൊടുത്തത്. പക്ഷെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തോ പപ്പടം ഇഷ്ടം, എല്ലാ കുട്ടികൾക്കും പപ്പടം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ അവൾക്കും എനിക്കും വേണ്ടിയിട്ടുള്ള പപ്പടമൊക്കെ പൊരിച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പപ്പടവും പിന്നെ ചിക്കൻ കറിയും പിന്നെ സാദാ ചോറുമാണ്. സാദാ ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കറി മാത്രം എടുത്തത്. അധികം കറി കൂട്ടിയാൽ അവൾ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറും കുറച്ച് കറിയും എടുത്തിട്ട് ഞാൻ കഴിക്കുമെന്ന് നോക്കിയതാണ്. പക്ഷെ പപ്പടം ഉള്ളതുകൊണ്ട് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം നല്ല മഴയായിരുന്നു. ആദ്യമൊക്കെ ചെറുങ്ങനെയാണ് മഴ പെയ്തത്, പിന്നെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇത് തന്നെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.